നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രേതാനുഭവ സംഭവ കഥയാണ് പറയുന്നത്. ഞാൻ ഈ പ്രേതബാധകൾ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ്. വർഷങ്ങളായിട്ട് ഞാൻ ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ കഥാരൂപേണ ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. പ്രേതമെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. നമ്മളതിനെ പേടിക്കേണ്ടുന്ന ഘട്ടം നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാലാണ്. വരുന്നതിന് മുമ്പ് നമ്മളിതിനെ ഭയപ്പെടേണ്ടെന്ന കാര്യമില്ല. എല്ലാവരും പറയും ഇന്ന ഭാഗത്ത് പ്രേതമുണ്ട്, അങ്ങോട്ട് പോരുത്, അവിടെ പ്രേതമുണ്ട്, ഈ വീട്ടിൽ പ്രേതമുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ അന്തരീക്ഷത്തിൽ അത് നിൽക്കുകയാണ്. അങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു കാരണവശാലും നമ്മൾ ഭയപ്പെടരുത്. ഭയപ്പെടുന്ന സമയത്തിനാണ് ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. പിന്നീട് നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അത് വളരെ പതുക്കെ പതുക്കെ അത് നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും നമ്മളിൽ ഒരുപാട് മോശമായ അവസ്ഥകൾ, സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യും. അത് തന്നെയാണ് പ്രേതാനുഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രേതമല്ല, രോഗമാണെന്ന് പറയുന്നവരുണ്ട്. ഇതുപോലെ തന്നെയാണ്, അത് പ്രേതങ്ങൾ കാണിക്കുമ്പോൾ തന്നെ രോഗാവസ്ഥയിലും വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ, ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ തേടുക. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് രോഗമാണെങ്കിൽ, കാര്യം രണ്ടും പ്രേതാനുഭവങ്ങളും രോഗങ്ങളും ഒരേ ലക്ഷണമാണ് കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടറിന് അറിയാൻ പറ്റും. അങ്ങനെ അത് രോഗമാണെങ്കിൽ കൃത്യമായിട്ടുള്ള ചികിത്സ ഡോക്ടർമാർ തരും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ ഒരുപാട് പേരുണ്ട്. എവിടെയെങ്കിലും കൊണ്ടുപോയി, വിശ്വാസമുള്ളിടത്ത് കൊണ്ടുപോയി അതിനെ ഒഴിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. അതിൽ നിന്നും മുക്തി നേടുക. ഇല്ല എങ്കിൽ അതൊരു ദുരന്തമായി മാറിപ്പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെയ്ത ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതിനു മുന്നേ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യും. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഈ പ്രേതബാധകളെന്ന് പറഞ്ഞാൽ അത് സത്യം തന്നെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ തുടക്കം പറഞ്ഞതുപോലെ രോഗാവസ്ഥയും ഇതുപോലെ വരാറുണ്ട്. അപ്പം നമ്മൾ രണ്ടിനെയും അംഗീകരിക്കുക. പ്രേതബാധകൾ കൊണ്ടിങ്ങനെ വരാറുണ്ടെന്നും രോഗങ്ങൾ കൊണ്ട് വരാറുണ്ടെന്നും മനസ്സിലാക്കിയതിന് ശേഷം അത് എന്താണോ അതിനനുസരിച്ചുള്ള ചികിത്സയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആചാര രീതിയിൽ കൂടി മാറ്റേണ്ടതാണോ എങ്കിൽ അത് തന്നെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. ഇല്ല എങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള ഒരു സംഭവം ഞാൻ പറയാം. അത് ഞാൻ പറയാൻ കാര്യം, ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. ഞാനിപ്പോൾ അത് ഓർമ്മിക്കാൻ കാര്യം, ഇപ്പോൾ ഈ ഞാൻ പറയുന്നതിന് സമാനമായിട്ടുള്ളൊരു സംഭവം ഇപ്പോൾ എനിക്ക് ഒരു ഭാഗത്ത് പോയി പരിഹരിക്കേണ്ടി വന്നു. പരിഹരിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കാണ് ഞാൻ ഈ സംഭവം ഓർമ്മിച്ചത്. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്തത് അത് പരിഹരിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് വിശ്വാസമുണ്ട്. വിശ്വാസത്തോടു കൂടിയാണ് അവരെന്നെ വിളിച്ചതും ഞാൻ അവിടെ പോയതും. അതിന് 101% പൂർണ്ണതയിൽ എത്തിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇപ്പം ഇത് സംഭവിച്ചത്, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ പരിഹരിച്ചതും ഇത് ഒരേ സംഭവം തന്നെയാണ്. ഇതുപോലെ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഇപ്പോൾ പറഞ്ഞത് അങ്ങനെ ആരും പുറത്ത് പറയില്ല. കാര്യം നമ്മുടെ പരാജയം കൂടിയാണ് അതിനകത്ത്. പരാജയം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത്. അതുകൊണ്ട് ആരും പറയില്ല. പക്ഷെ ഞാൻ അതും പറയുന്നു. കാരണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. നമുക്ക് ഒരിടത്ത് വിജയമുണ്ടെങ്കിൽ മറ്റൊരിടത്ത് പരാജയമുണ്ട്. ആ പരാജയവും എല്ലാവരും അറിയണം. കാരണം ആ പരാജയം എങ്ങനെ നമുക്ക് വരുന്നു അതറിഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു എത്ര പേര് കേൾക്കുമെന്ന് എനിക്കറിയില്ല. ഒരാൾക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം, മോശമായ അനുഭവം ഉണ്ടായാൽ അവർക്ക് ഞാൻ പറയുന്ന സംഭവങ്ങൾ കേട്ടിട്ടെങ്കിലും അവർക്ക് അതിൽ നിന്നും തിരിച്ചു വരാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു കുടുംബത്തിൽ അവരെൻ്റെ അടുത്ത് വരുമ്പോൾ 27 വയസ്സ് പ്രായമുണ്ട് അവരുടെ മകന്. പക്ഷെ അവനെ കണ്ടാൽ ഈ പല്ലൊന്നുമില്ല, വെറും മോണ മാത്രം. ഈ പല്ലൊക്കെ പൊടിഞ്ഞു പോവുകയോ പിഴുതു പോവുകയൊക്കെ ചെയ്തിരിക്കുന്നു. ഒരു ഓട്ടിസം പിടിച്ച കുട്ടിയാണോന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ആ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. കൊച്ചു കുട്ടികളെ പോലെ പെരുമാറുക. അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് നല്ല വെളുത്ത നിറമാണ്. പക്ഷെ ഇവൻ കട്ടക്കറുപ്പാണ്, ഭയങ്കരമായ കറുപ്പ്. തലമുടിയൊന്നും അധികമായിട്ട് വളരില്ല. കൊച്ചു കുട്ടികളുടെ തലമുടി വളരും പോലെ വളരും. അത് എന്തിനു പറയുന്നത്, കൊച്ചു കുട്ടികളുടെ ലക്ഷണങ്ങളാണ്
ഇദ്ദേഹം കാണിക്കുന്നത്. ആഹാരം ചോറൊന്നും കഴിക്കത്തില്ല. ഈ പാല് അങ്ങനെയുള്ള ഈ ചെറിയ അതായത് ഈ ദ്രാവക രൂപത്തിലൊക്കെ ഉള്ള കൊഴുപ്പ് രൂപത്തിലുള്ള ആഹാരമൊക്കെയാണ് അധികമായും കഴിക്കുന്നത്. സംസാരിച്ചിട്ടില്ല അതുവരെ. സംസാരിക്കുക വെച്ചാൽ ഒരു വയസ്സ് തികയുന്നതിന് മുന്നേ കുട്ടികൾ സംസാരിക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ വ്യക്തമല്ലാത്ത വിധത്തിൽ സംസാരിക്കുക, ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഒന്നും പെട്ടെന്നൊന്നും ആരും തിരിച്ചറിയില്ല. പല്ല് വന്നു, ഇടയ്ക്ക് ചെന്ന് പല്ലുണ്ടായിരുന്നു, അതൊക്കെ വീണ്ടും കൊഴിഞ്ഞു പോയൊരവസ്ഥ. അത് അവനെ കണ്ടാൽ ഒരു വയസ്സിനുള്ളിൽ പ്രായമുള്ളൊരു കുട്ടിയുടെ സ്വഭാവവും അവൻ്റെ ബാക്കി എന്താണ് അവൻ ചെയ്യുന്ന പ്രവൃത്തികളും അറിവും ഒക്കെ അത്രയേ ഉള്ളൂ. പക്ഷെ ശരീരം വലുതാണ്. ഇതാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ കാരണം, ഡോക്ടറിൻ്റെ അടുത്ത് ഇത്രയും 27 വയസ്സുണ്ട്, 26-27 വയസ്സുണ്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ. ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒരുപാട് അവർ പരിശോധിച്ചു. ചില ഡോക്ടർമാർ ചെറിയ മരുന്നുമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ യാതൊരു വിധത്തിലും അതിന് ഒരു മാറ്റവും ഇല്ല. അവൻ്റെ ശരീരം വളരുന്നതല്ലാതെ അവൻ്റെ ബുദ്ധിയോ അല്ലെങ്കിൽ അവൻ്റെ മറ്റുള്ള പ്രവൃത്തികളോ ഒന്നും വളരുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രായത്തിലും അവന് സ്വന്തമായി എന്താണ് പറയുക, ബാത്റൂമിൽ പോകാൻ പോലും അവൻ അറിയില്ല. അപ്പോൾ അപ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത. എന്താണ് ഭീകരത? ആ വീട്ടുകാർ അനുഭവിക്കുന്ന ആ ഒരു ഭീകരത മനസ്സിലായി. ഒരു ഭീകരത എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവൻ്റെ ഈ പറഞ്ഞ അച്ഛനും അമ്മയും മറ്റുള്ള ബന്ധുക്കളും ഒക്കെ അവനെ കുളിപ്പിക്കുന്നതും അവൻ്റെ കക്കൂസി കൊണ്ടുപോകുന്നതും എല്ലാ കാര്യങ്ങളും ഈ ഒരു ഭീമമായിട്ടൊരു ശരീരം മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ കൊണ്ടുപോയി. പക്ഷെ സാമ്പത്തികം ഉള്ളവരാണ്. കൊണ്ടുപോയിട്ടൊന്നും ഇതിൽ നിന്നും ഒരു മാറ്റവും അവർക്ക് ഉണ്ടാകുന്നില്ല. അങ്ങനെ പല വഴിക്ക് അവർ പിന്നെയാണ് പോയി ഈ ജ്യോതിഷിമാരെയൊക്കെ കണ്ടു കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇതെന്തൊരു ദോഷം കൊണ്ടുവന്നതാണെന്ന് എല്ലാവരും പറഞ്ഞു. ഇതൊരു രോഗാവസ്ഥയല്ല. അങ്ങനെ ഈ കേസ് ഞാൻ കൈകാര്യം ചെയ്യില്ല എന്നിട്ട് ചെല്ലുമ്പോൾ അത് എൻ്റെ അടുത്താണ് വന്ന് ഞാനിത് അവരുടെ അടുത്ത് നോക്കുമ്പോൾ ഞാനത് വ്യക്തമായി എനിക്ക് എൻ്റെ രാശിയിൽ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ സഹോദര സ്ഥാനീയനായ ഒരാളുടെ ഒരു ആത്മാവ് അത് ഈ ശരീരത്തിലുണ്ട്. അതാണ് ഈ കുട്ടിത്വം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എത്ര മുതിർന്നാലും ഇവൻ്റെ ബുദ്ധിയോ ശക്തിയോ ഇവൻ്റെ മറ്റുള്ള പ്രവൃത്തികളോ ഒന്നും ഈ പ്രായം കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നില്ല. ശരീരം മാത്രം ഇങ്ങനെ വിറച്ച് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അത് കണ്ടുപിടിച്ച് ഞാൻ അവരോട് ചോദിക്കുകയാണ്, അവൻ്റെ സഹോദരങ്ങൾ ആരെങ്കിലും, അപ്പോൾ എനിക്കും എൻ്റെ മനസ്സിൽ ഒരു പ്രായപൂർത്തിയായതിന് ശേഷം മരണപ്പെട്ടു പോയതാകാം. എന്നാലും ഒരു സഹോദര സ്ഥാനീയനായ ഒരാളുടെ ഒരു ബാധ, അതായത് എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവിൻ്റെ ഒരു അവനിൽ ഉണ്ട്, ഒരു സന്നിവേശം അവനിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലായത്. അപ്പം അങ്ങനെ ആരും മരണപ്പെട്ടിട്ടില്ല. എൻ്റെ സഹോദര സ്ഥാനീയരാരും മരണപ്പെട്ടിട്ടില്ല. അപ്പോൾ വീണ്ടും ഞാൻ നോക്കുന്നു, ഒരുപാട് സമയം എടുത്തിട്ടാണ് അവരും ഒരുപാട് പേരുണ്ടായിരുന്നു. നോക്കി ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല, ഒരു ഇഷ്ടമില്ലാതെ ഭൂമിയിൽ നിന്നും വിട്ടുപോയത്, അതായത് ഒരു ദുർമരണമോ കൊലപാതകമോ അല്ലെങ്കിൽ ആത്മഹത്യയോ അങ്ങനെ എന്തെങ്കിലും ആകാം. അങ്ങനെയും കൂടി ഒരു സൂചന കൊടുത്തു. അങ്ങനെയും അവരുടെ കുടുംബത്തിൽ, അതായത് ഇവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സഹോദര സ്ഥാനീയരുടെ മക്കൾ പോലും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇത് വീണ്ടും പ്രശ്നമായി. അപ്പം ഇങ്ങനെ ഒന്നും ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ എൻ്റെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ നോക്കി വന്ന് പിന്നീട് കുറച്ചുകൂടി ഞാൻ താഴേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ബാധകൾ, അതായത് മരണപ്പെട്ടു പോയാൽ ആത്മാക്കൾ ശല്യപ്പെടുത്തുന്നത് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ, അതായത് പൂർണ്ണ രൂപം എത്തിയതിന് ശേഷം നമ്മൾ ഈ അബോർട്ട് ചെയ്യുന്ന കേസൊക്കെ ഉണ്ടല്ലോ, അത് മുതൽ ഇതിങ്ങനെ ദോഷമായി വരാം. അതിൽ ഈ വയറിനുള്ളിൽ 5.5 മാസത്തിന് ശേഷം, അതായത് 165 വയസ്സിന് ശേഷം പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ 10 വയസ്സിനുള്ളിൽ, അതായത് ഈ പ്രായത്തിനുള്ളിൽ വയറ്റിനുള്ളിൽ വെച്ചോ പ്രസവിച്ച ഉടനെയോ അല്ലെങ്കിൽ കുട്ടിയായി ജനിച്ചതിന് ശേഷം 10 വയസ്സിനുള്ളിലൊക്കെ മരിച്ചു പോകുന്ന ആ ആത്മാക്കളൊന്നും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറകെ അന്വേഷിച്ച് പോകാറില്ല. കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ അപൂർവമായിട്ട് മാത്രം. 10 വയസ്സിന് ശേഷമൊക്കെ മരിച്ചു പോകുന്ന ആൾക്കാരുടെ ആത്മാക്കളാണ് നമുക്ക് പ്രേതബാധകൾ എന്ന് കണക്കാക്കാൻ പറ്റുള്ളൂ. അതിന് മുന്നേ ഉള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പ്രായപരിധിക്കുള്ളിലാണെങ്കിലും പെൺകുട്ടികളാണെങ്കിൽ അത് കന്യാ ചാവായും, ആൺകുട്ടികളാണെങ്കിൽ ബാലചാവായും കണക്കാക്കും. അപ്പം അങ്ങനെയുള്ളവരിൽ നിന്നും ദോഷങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല, അപൂർവമായിട്ട് ദോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ഈ പ്രായം മുതലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങി, അങ്ങനെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോഴത്തേക്കാണ് അവർ പറയുന്നത്, ഇവൻ ജനിക്കുന്നതിന് മുന്നേ അവൻ്റെ അമ്മയ്ക്കൊരു കുട്ടി ജനിച്ചു.
പ്രസവിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് എന്തോ ആണ്, ഒരാഴ്ച മുമ്പ് എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർമ്മിക്കുന്നില്ല. ആ, ഈ ഇവർക്കൊരു പെട്ടെന്ന് ബുദ്ധിമുട്ട് വരികയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും, അപ്പോൾ കുട്ടിക്ക് എന്തോ പൂർണ്ണ വളർച്ച എത്തിയില്ലെന്നോ എന്തോ, എന്തായാലും കുട്ടി ആ പ്രസവം നടക്കുകയാണെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ കുട്ടിയോ ആരെയും ഒരാളെ കിട്ടുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് കുട്ടിയെ പുറത്തെടുക്കുക, എടുത്താലും കുട്ടി ജീവിക്കില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങൾ. അതായത് അവിടെ സംഭവിച്ചത്, ഈ കുട്ടിയെ പുറത്തെടുത്തു അതിന് ശേഷം അത് മരണപ്പെട്ടു പോകും. എന്തായാലും അത് പുറത്തെടുക്കുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു, അതിനുശേഷം അത് മരണപ്പെടുക എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം ഇവരുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് പൂർണ്ണ വളർച്ചയെത്തി പ്രസവത്തിന് കുറച്ച് ദിവസത്തിന് മുമ്പെയാണ് ഇങ്ങനെ സംഭവിച്ചു പോയത്. അപ്പം ഞാനിത് ഇത്രയും സൂചനകൾ കൊടുത്തത് കൊണ്ട് ആ വന്നിരിക്കുന്നതിൽ കുറേ പേർക്കത് വിശ്വാസമായി. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു, അപ്പോൾ അതാണ് ഈ കുട്ടികളുടെ സ്വഭാവം ഇവൻ കാണിക്കുന്നത്, കുട്ടികളിൽ നിന്നും അങ്ങോട്ട് മുന്നോട്ട് പോകാത്തത്. അപ്പോൾ ഇത് ഓട്ടിസം കൊണ്ട് ഇങ്ങനെ വരാറുണ്ട്. പക്ഷേ ഡോക്ടർ കണ്ടു നോക്കി പരിശോധിച്ചിട്ട് അങ്ങനെ ഓട്ടിസം അങ്ങനെയുള്ള ഒരു ദോഷങ്ങളും ഉള്ളതായിട്ട് ഡോക്ടറിന് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ആ വന്നിരുന്നതിൽ ഒരു 10 പേരുണ്ടെങ്കിൽ ഒരു 3-4 പേർക്ക് വരെ അത് വിശ്വാസമായി. അപ്പം മറ്റുള്ളവർക്കത് വിശ്വസിച്ചെങ്കിലും ബാക്കി ഒരു 6 പേരെന്ന് വിചാരിക്കുക, അത് പകുതിയിൽ കൂടുതൽ ആൾക്കാർ, അവർക്കത് വിശ്വാസമായെങ്കിലും അവരെ ഭരിക്കുന്ന ചില പാർട്ടി ചിന്തകളെന്ന് പറയാം, അത് അവരങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. അങ്ങനെയൊന്നും ഇത് സംഭവിക്കില്ല, കൊച്ചുകുട്ടിയല്ലേ, അത് മരിച്ചുപോയി, അത് അങ്ങനെ അതിന് മരണപ്പെടേണ്ടതല്ലേ, അങ്ങനെ അതുകൊണ്ടായിരുന്നുള്ള മരിച്ചുപോയത്, പിന്നെ എന്തിനാ അത് വന്നു, ഇത് വന്നു വെച്ച് ഞാൻ ഇവന്മാരോട് പറഞ്ഞ് ഞാൻ വശം കെട്ടു. ഈ 4 പേരെന്ന് പറഞ്ഞ ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് നമ്മൾ ഇത്രയും ലക്ഷങ്ങൾ നമ്മൾ ചിലവാക്കി, ഇതും കൂടി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമല്ലേ, അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. യുവമർ ഒരു വിധത്തിൽ ബാക്കി ഭൂരിപക്ഷം ആൾക്കാരും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാനിതിനകത്ത് താല്പര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കേസങ്ങ് വിട്ടു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ എന്നെ അനുകൂലിച്ച ആൾക്കാർ വീണ്ടും വന്നിട്ട് പറഞ്ഞു, അത് മറ്റു ടീമുകളൊന്നും സമ്മതിക്കുന്നില്ല. വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും ഈ അന്ധവിശ്വാസത്തിൽ കൂടി മുന്നോട്ട് പോകുന്ന പാർട്ടിയുടെ ആൾക്കാരാണ്, ഒരു വിധത്തിലും അവരാരും സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും മാർഗം ചെയ്തു തരാൻ പറ്റുമോ, എത്ര രൂപ വേണോ ഞങ്ങളെ ചിലവാക്കാം എന്നുള്ളതായി. അപ്പോൾ എനിക്കറിയാം അവരെത്ര ചോദിച്ചാൽ അവർ തരും. പക്ഷേ രൂപയല്ല അവിടുത്തെ പ്രശ്നം, എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. എന്നെ കൊണ്ട് സാധിക്കും, പക്ഷെ അതിന് ഞാൻ അവിടെ വരണം. അത് ഇത്രയും അന്ധവിശ്വാസികൾ ഒന്നിച്ച് നിൽക്കുന്ന സമയത്തിന് ഞാൻ അവിടെ വന്നാൽ പോലും അതെനിക്ക് പൂർത്തിയാക്കാനും സാധിക്കില്ല. കാര്യം നിൽക്കുന്ന എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് കേസ് വിജയിപ്പിക്കാൻ പറ്റും. അല്ല ഞാൻ അവിടെ പോയി ഒറ്റയ്ക്ക് ഇരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല, എല്ലാവരുടെയും സഹകരണമാണ്. അപ്പോൾ ഈ സഹകരിക്കാതെ നിൽക്കുന്നവർ, വിശ്വാസമില്ലാതെ നിൽക്കുന്നവരുടെ ആ മുന്നിൽ വെച്ചിട്ട് ചെയ്താൽ പോലും നമുക്ക് ഏകാഗ്രമായിട്ട് ചെയ്യാനും സാധിക്കില്ല, അത് പൊളിഞ്ഞു പോകും, എനിക്ക് ഉറപ്പാണ്. വളരെ ഞാനുള്ള കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ അവർ വിഷമത്തിലായി. അവർ ചോദിച്ചു എന്തായിരിക്കും ഇനി അങ്ങോട്ട് സംഭവിക്കുക. അപ്പോൾ ഞാൻ അത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിനും, അതായത് ഇപ്പോൾ ഈ അവസ്ഥ വന്നിരിക്കുന്ന ആൾക്കും അകാല മൃത്യു തന്നെയാണ് കാണുന്നത്. അധികം നാളൊന്നും നീണ്ടു പോകാനുള്ള സാധ്യതയും ഇല്ല. ഒരു അകാല മൃത്യു, ഒരു അപകട മരണം അദ്ദേഹത്തിനും കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. വളരെ വിഷമത്തോടു കൂടി പോയി. പക്ഷെ എനിക്ക് മനസ്സിലായത്, ഈ എതിർത്ത് നിന്ന ടീമുകളുണ്ടല്ലോ, അവർക്ക് വിശ്വാസക്കുറവുണ്ട്. പക്ഷേ അവർ ഞാൻ അവരുടെ ചിന്താഗതി അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ അടുത്ത് വന്നു കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായി ഇത്രയും പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഇനി അവൻ രക്ഷപ്പെട്ടാലോ, അപ്പം അയാൾ രക്ഷപ്പെടുന്നതിൽ ഇവർക്കാർക്കും താല്പര്യമില്ല എന്നേ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ വീഡിയോ അവരൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയില്ല. കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത് തന്നെയായിരുന്നു എന്നുള്ളത് 101% ഞാനത് ഉറപ്പിച്ച് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇവർ തയ്യാറാകാത്തത്. പക്ഷേ അവരുടെയൊക്കെ സ്വന്തം കുട്ടികളായിരുന്നെങ്കിൽ ചിലപ്പോൾ രഹസ്യമായി പാത്തും പതുങ്ങിയും കൊടികളൊക്കെ മാറ്റി ഒളിച്ചു വെച്ചിട്ട് വരുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് വരാറുമുണ്ട്, അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ എന്തായാലും 5-6 മാസമേ പോയുള്ളൂ. അതിന് പിന്നീട് തൊട്ടടുത്തൊരു കുളത്തിലെന്തോ വെള്ളത്തിൽ വീണ് പാവം അവൻ മരിച്ചുപോയി. പിന്നീട് എനിക്ക് തോന്നി ഒരു കണക്കിന് അങ്ങനെ പോയതായിരിക്കാം നല്ലത്. ഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ. കാര്യം ഞാൻ തന്നെ പോയി ഇതൊക്കെ മാറ്റിക്കൊടുത്താലും അവൻ വീണ്ടും ഒരു പൂർണ്ണ ആരോഗ്യവനായിട്ട് തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ല, ഒരു സാധ്യതയില്ല. അപ്പോൾ പിന്നെ അവനെ പരിചരിക്കുന്ന അവൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളുമാണ്
ആ നരകം വീണ്ടും അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ എന്തൊക്കെ കാരണത്തായാലും അവൻ്റെ ഒരു ജീവിതം ഒടുങ്ങി കിട്ടിയല്ലോ, അല്ലെങ്കിൽ അത് പൂർത്തിയാക്കി പോയല്ലോ എന്നുള്ളതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. പക്ഷേ എങ്കിലും എത്ര കഷ്ടപ്പെട്ടാലും എൻ്റെ മകനെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നുള്ള ആ അച്ഛൻ്റെ അമ്മയുടെ ഒരു 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 പറച്ചിൽ ഇന്നും ഞാൻ മറന്നിട്ടില്ല. എൻ്റെ മനസ്സിൽ അത് ഇന്നും കിടപ്പുണ്ടത്. പക്ഷേ എന്ത് ചെയ്യാൻ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ തുടക്കം പറഞ്ഞതാണ്, നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കുക. പ്രധാനം അതാണ് ചെയ്യേണ്ടത്. ആദ്യമൊന്നും ഞങ്ങളെപ്പോലുള്ളൊരിടത്തൊന്നും കൊണ്ടുവരരുത്. ഡോക്ടർ പറയും ഇത് രോഗമല്ല, അല്ലെങ്കിൽ മരുന്ന് കൊടുത്തിട്ട് അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങളെപ്പോലുള്ളവരടുത്ത് വരിക. തീർച്ചയായിട്ടും ഒരു ജീവനാണ് അത്, ദൈവം തന്ന ജീവൻ. ദൈവം തിരിച്ചെടുക്കുമ്പോൾ മാത്രമേ അത് നമ്മളായിട്ട് പറഞ്ഞു വിടാൻ പാടുള്ളൂ. ഇല്ലാതെ നമ്മൾ ഒന്നിനെയും മരണത്തിലേക്ക് തള്ളിവിടരുത്. അത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ദുരന്തങ്ങൾക്ക് കാരണമാകും. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം, ഞാൻ പറഞ്ഞല്ലോ, സമാനമായിട്ടൊരു കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ, പക്ഷെ ആ വീട്ടുകാർ ചികിത്സിക്കാൻ പോയി, പക്ഷെ നടന്നില്ല. ഇതേ കണക്ക് ഞങ്ങളുടെ അടുത്ത് വന്ന് ഇത് പരിഹരിക്കാൻ അവർ തയ്യാറാകുന്നുണ്ട്. എപ്പോഴും അവർ ഞാനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് പറഞ്ഞ സമയത്തിനുള്ളിൽ അത് പൂർത്തീകരിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. അപ്പം ബാധാദോഷങ്ങൾ, പ്രേതബാധകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് സംഭവങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് സംഭവങ്ങളുണ്ട്. എനിക്ക് വരുന്ന ഓരോ അനുഭവങ്ങളും ഞാൻ എപ്പിസോഡായിട്ട് അവതരിപ്പിക്കാം. പക്ഷേ ഈ പ്രേതത്തിനെ കണ്ട് പേടിക്കാം, അല്ലെങ്കിൽ അതിങ്ങനെ രക്തം വലിച്ചു കുടിക്കണം, അതൊക്കെ നമുക്ക് കേൾക്കാം എന്നുള്ള ധാരണയോടുകൂടി എൻ്റെ ചാനൽ ദയവായി നിങ്ങളാരും കാണണ്ട. അഹങ്കാരത്തോട് പറയുന്നല്ല കേട്ടോ. സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് പ്രേതം, അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ കാണണം. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കിടക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലെ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഞാൻ നേരിട്ട് അവിടെ വന്ന് മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഉള്ള എന്തെങ്കിലും ഉണ്ട്, ഞാൻ വരണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വരാം. അത് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അത് പൂർണ്ണമായും പരിഹരിച്ച് തരികയും ചെയ്യാം. അതിനും നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. നേരിട്ട് നിങ്ങൾക്ക് വരാം. അതായത് ഓൺലൈൻ വഴി അല്ലാതെ തന്നെ നേരിട്ട് വന്ന് നമുക്ക് ജ്യോതിഷം പരസ്പരം മുന്നിലിരുന്ന് ജ്യോതിഷം നോക്കാൻ പറ്റും. അതിനുള്ള അവസരമുണ്ട്, അതിനുള്ള സംവിധാനമുണ്ട്. അത് നിങ്ങളെങ്കിൽ തിരുവനന്തപുരം വരെ വരേണ്ടി വരും. അങ്ങനെ വരുന്നവർ ഈ നമ്പർ വിളിച്ചിട്ട് വരിക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. രാവിലെ 10 മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ മൂത്ത മകള് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് ഓൺലൈൻ ബിസിനസ്സാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുള്ള തുണികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തുണികൾ തയ്ച്ച് കൊറിയറിൽ അയച്ചു തരുന്ന ഒരു സംവിധാനമാണ്. കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഈ കാണിക്കുന്ന ഈ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക. ഇതിനകത്ത് ഒരുപാട് മോഡലുകൾ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ തരണം. ഒരുപാട് പേര് ഞങ്ങൾക്ക് ഓർഡർ തരുന്നുണ്ട്. നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കണം. അത് കൊറിയറിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ, അത് ഡിസൈനിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കുക.